ശ്രീ ടി എം ജോൺ ഉണ്ട്. അദ്ദേഹം കല്ലാർ സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ടി എം ജോൺ, എന്താണ് നിലവിലെ സ്ഥിതി? അവിടെ പ്രളയസമാനമായ ഒരു സാഹചര്യം നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ എങ്ങനെ വിലയിരുത്താം അവിടെ? കല്ലാർ ഡൈവേർഷൻ ഡാമിന്റെ ഭാഗമാണ്. ഇന്നലെ രാത്രി ഒരു 8 മണി തുടങ്ങിയ മഴയാണ്. 2 മണിയൊക്കെ ആയപ്പോൾ ഡാം നിറഞ്ഞു. ഇടുക്കി ഡൈവേർഷൻ ഡാമാണ് നിറഞ്ഞു. നമ്മൾ 15 കിലോമീറ്റർ പ്രദേശം മൊത്തം വെള്ളത്തിലായി. സന്യാസിപുഴ, കൂട്ട, തൂക്കുപാലം, ബാലഗ്രാം, മുണ്ടിയരുമ, കല്ലാറ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. എവിടെയോ ഫ്ലഡ് സംഭവിച്ചിട്ടുണ്ട്. 18 പ്രളയം വന്നിട്ടുള്ളത്. സമീപകാലത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നോ ജോൺ? 18 വലിയ പ്രളയ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ വെള്ളം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഓർമ്മയിലുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. തുടർച്ചയായ കൂടുതൽ വെള്ളം വന്നു എന്നാണ് പറയുന്നത് അല്ലേ? അതെ 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 അതെ. അത് കൂടുതൽ വെള്ളം ഈ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലെല്ലാം വെള്ളം നിറഞ്ഞു. റോഡ് മൊത്തം എല്ലാ റോഡും നിറഞ്ഞു വെള്ളം. പാലങ്ങളെല്ലാം പൊങ്ങി ഒഴുകി. പശു ഒഴുകിപ്പോയി. ഒരു ട്രാവൽ ഒഴുകിപ്പോയി. അതുപോലെ വെള്ളം വന്നു. അതൊക്കെ അതിലും ഉണ്ടായിട്ടില്ല. ഈ കല്ലാർ ഭാഗത്ത് ഉള്ള ആളുകളെയൊക്കെ അവിടെ ക്യാമ്പിലേക്കൊക്കെ മാറ്റി വീടുകളിൽ നിന്നൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? താങ്കൾ അടക്കപ്പോൾ അവിടെ സുരക്ഷിതരാണോ? കാര്യമില്ല, ക്യാമ്പിലേക്ക് പോകേണ്ട കാര്യമില്ല. അതില് നമ്മുടെ വിജയമാല സ്കൂൾ തൂക്കുപാല, അവിടെയാണ് വെള്ളം ഏറ്റവും കൂടുതൽ കയറുന്നത്. അവിടുത്തെ ആളുകളെ സ്കൂളിലേക്ക് മാറ്റാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഭരണകൂടം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇറങ്ങി കുഴപ്പമില്ല. ഈ ഡാം തുറന്നതിന് ശേഷമാണോ ഈ വെള്ളം ഇത്രത്തോളം പൊന്തിയത്? ഡാം തുറന്നപ്പോഴാണ് വെള്ളം കുറയുന്നത്. ഇത് ഇടുക്കിയിലേക്കുള്ള ഡൈവേർഷൻ ഡാമാ. ആ ഡാം തുറന്നപ്പോഴാണ് വെള്ളം താന്നത്. ആ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലാണ് ഈ വെള്ളം പോകുന്നത്. ഡാം ഒരു നിലവിൽ കാലാവസ്ഥ മഴയില്ലാത്തൊരു കാലാവസ്ഥയാണ്. മഴ കുറഞ്ഞിട്ടുണ്ട്. വെള്ളം ഇറങ്ങുമായിരിക്കും. പക്ഷെ മുകൾ ഭാഗത്ത് മഴ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വിവരമുണ്ടോ? മുകൾ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് ഒരു കുറവ് വന്നിട്ടുണ്ട്. ഈ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചിരുന്നോ ഇന്നലെ രാത്രി? റവന്യൂവും പോലീസും എല്ലാം സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണകൂടം എല്ലാം സജീവമായിട്ട് ഇടപെട്ട് കാര്യം ചെയ്തിട്ടുണ്ട്. ഈ റോഡ് എന്ന് പറയുന്നതിന്റെ ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാമോ? ഇത് ആളുകൾ സഞ്ചാരികൾ കൂടുതലായി പോകുന്ന ഒരു സ്ഥലമാണോ? മണ്ണപ്പുറം കമ്പട്ട് റോഡാണ്. രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രം, കമ്പം, തേനി, മധുര മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന വഴികളാണ്. അത് കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന വഴിയാണ്. പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണ്. നമ്മുടെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹൈവേകളിലൊന്നാണ്. അതാണ് കല്ലാർ വട്ടംകോളിൽ നിന്ന് രാമക്കൽമേട് വരെയുള്ള ദൂരമാണ്. 15 കിലോമീറ്റർ പ്രദേശത്ത് വെള്ളം റോഡ് ഗതാഗതം നടത്തപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പതുക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് യാത്ര ചെയ്യാൻ കഴിയുമായിരിക്കും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ടി എം ജോൺ. സുരക്ഷിതമായിരിക്കുക. ആളുകളോട് ജാഗ്രത പാലിക്കാൻ പ്രത്യേകം പറയുകയും ചെയ്യുക. ആഷിക്ക് തുടരുന്നുണ്ട്. യെസ് ആഷിക, എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഒരു ആശ്വാസം എന്നുള്ളത് മറ്റാർക്കും ഒരു അപകടവും പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കൃത്യമായ സമയത്ത് ഇവർക്ക് മുന്നറിയിപ്പ് നൽകാനും അവരെ ഈ അപകട സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി താമസിപ്പിക്കാനും കഴിഞ്ഞു എന്ന് തോന്നുന്നു. വളരെ സമയോചിതമായ ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായി എന്ന് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായിട്ടുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ജിൽസി. കൂടാതെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഈ നിലയ്ക്ക് ശക്തമായ മഴ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വമേധയ ഒരു ജാഗ്രത നാട്ടുകാരും സ്വീകരിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് രാത്രി അപ്രതീക്ഷിതമായി ഈ നിലയ്ക്ക് മഴ പെയ്തപ്പോൾ തന്നെയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാനും മറ്റ് ജാഗ്രതാ നടപടികളും സ്വീകരിക്കാനും നാട്ടുകാർക്കും ആയത് എന്നുള്ളതാണ്. അതേസമയം വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നു. ഇപ്പോ ടെമ്പോ ഒഴുകിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ നിരവധി വാഹനങ്ങൾ കല്ലാറിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ വളർത്തുമൃഗങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. കാർഷിക മേഖലയാണ്. വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം എന്നുള്ളത്. നേരത്തെ ഇപ്പോൾ നമ്മൾ അദ്ദേഹമായ പ്രദേശവാസിയുമായി സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് പ്രളയ സമാനമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 2018 ഉണ്ടായ അതേ സമാനമായ സാഹചര്യം പ്രത്യേകിച്ച് നെടുങ്കണ്ണ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. താന്നിമൂട് മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. മേഖലയിലോട്ടുള്ള 5 റോഡുകളിലെല്ലാം 5 അടിയോളം വെള്ളം ഉയർന്നു കിടക്കുന്ന സാഹചര്യമുണ്ട്. നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാത പൂർണ്ണമായും പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത് നിരവധി സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ എത്തുന്ന സമയവും കൂടിയായിരുന്നു. അവധി ദിവസങ്ങളാണ്, ശനി ഞായർ ദിവസങ്ങളാണ്, വിനോദസഞ്ചാരികൾ കൂടി എത്തുന്ന സമയമാണ്. അപ്പോൾ
അവരുടെ കൂടെ സുരക്ഷ ഏത് നിലയ്ക്കാണ് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ വിനോദസഞ്ചാരികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം ആ നിലയ്ക്കുള്ള കണക്കുകൾ കൂടി ശേഖരിച്ചു വരുന്ന സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഏതായാലും ഇനിയുള്ള ഒരു ആശങ്ക എന്ന് പറയേണ്ടത്, നിലവിൽ മഴ മാറിയിട്ടുണ്ട്, ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ആശങ്കപ്പെടേണ്ടത് മുല്ലപ്പെരിയാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ വലിയ ആശങ്ക പുലർത്തേണ്ട സാഹചര്യം മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടില്ലെന്ന് ജില്ലാ ഭരണകൂടം എല്ലാ തവണയും ഉറപ്പ് നൽകുന്നതാണ്. പക്ഷേ ഇത്തവണ പതിവിലധികം ജലനിരപ്പ് ഡാമിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിലയ്ക്കായിരിക്കും ഡാം തുറക്കുമ്പോഴുള്ള സാഹചര്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കനത്ത ജാഗ്രത പുലർത്തുവാൻ വേണ്ടി പെരിയാറിന്റെ തീരത്തുള്ള ജനങ്ങളോട് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൃത്യമായ കണക്കുകൾ, നാശനഷ്ടങ്ങളുടെയും പുനരധിവാസം നടത്തിയവരുടെയും അടക്കം ഉള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം നമ്മളോട് പറയുന്നത്. വരും മണിക്കൂറുകളിൽ അതിന്റെ കൃത്യമായ കണക്കുകൾ കൂടി നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം. ഏതായാലും വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടി ആരംഭിച്ച മഴ 2 മണിയോടുകൂടി അതിശക്തമായി മാറുകയായിരുന്നു. 4 മണി ആകുമ്പോഴേക്കും പൂർണ്ണമായും വെള്ളം കയറുന്ന സാഹചര്യം ഇത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എന്തെങ്കിലും നിരീക്ഷണം നടത്തുന്നുണ്ടോ? കാരണം ഇത് ആഷിഖ് സൂചിപ്പിച്ചതുപോലെ രാത്രി 8 മണിക്ക് ആരംഭിക്കുന്നു, പുലർച്ചെ 2 മണിയായപ്പോഴേക്കും വലിയ രീതിയിൽ വെള്ളം ഉയരുകയും ചെയ്യുന്നു. അതായത് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു മഴയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് വിസ്ഫോടനമോ അങ്ങനെ മറ്റും സംഭവിച്ചതായോ എന്നോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ടോ? അത്തരത്തിലുള്ള സംശയങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് വെച്ചു പുലർത്താമെന്നേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് പോകാനാകുന്ന സാഹചര്യം ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കുകളോ മാറ്റി താമസിപ്പിച്ചവരുടെ കൃത്യമായ കണക്കുകളോ ഒന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതേസമയം ഈ തുലാവർഷപ്പെയ്ത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ശക്തമായ മഴ ലഭിച്ചത് എന്ന് പ്രാഥമികമായി ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ മേഘവിസ്ഫോടനം പോലുള്ള സംഭവങ്ങളുടെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ച് പറയാൻ ജില്ലാ ഭരണകൂടമോ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളോ ഇതേവരെ തയ്യാറായിട്ടില്ല. അത് കൂടുതൽ പരിശോധന നടത്തണം എന്നുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ രാത്രികളിലെല്ലാം തന്നെ ഈ നിലയ്ക്കുള്ള മഴയുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ശക്തമായ രീതിയിലേക്ക് മഴ മാറുന്നത് ഇന്നലെ രാത്രിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നെടുങ്കണ്ടം ഭാഗത്ത് രാത്രി കാലങ്ങളിൽ കട്ടപ്പനയിൽ നിന്ന് ജോസ് ചേരുകയാണ്. ശ്രീ ജോസ്, താങ്കൾ സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ് അവിടെ? അദ്ദേഹം ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ്. ഒരു സാധാരണഗതിയിൽ തുടങ്ങിയ ഒരു 8 മണിക്ക് തുടങ്ങിയ മഴ ഈ വെളുപ്പിന് 5 മണി വരെ ആ മഴ അതിഭീകരമായി തുടരുകയാണ്. ഒരു 10 മണിയോടുകൂടി മഴ ശക്തി ആർജിച്ചു. എല്ലായിടത്തും വലിയ വെള്ളക്കെട്ടുകളും മണ്ണിടിച്ചിലും വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിച്ചത് ഉൾപ്പെടെ പല വെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. ആളപായം ഉണ്ടായതായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ വീടിന് വലിയ നാശനഷ്ടങ്ങൾ, വലിയ മരം വീടിന്റെ മുകളിലേക്ക് കടപുഴകി വീണ വളരെ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിലൂടെ എല്ലാം ഒന്ന് പോയി സന്ദർശിച്ചിട്ട് തിരിച്ചു വരാമെന്നാണ് കരുതുന്നത്. താങ്കളുടെ വീടിനാണോ മരം വീണത്? വീട് എന്റെ വീടല്ല, നമ്മുടെ പാറക്കടവ് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അതിനപ്പുറത്തൊരു വീട്ടിലേക്കാണ് ഒരു പ്ലാവും എല്ലാം കൂടി വീണതായാലും ആൾക്കാർക്ക് അപകടമൊന്നുമില്ല. വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതെ, അപ്പൊ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ്? അവിടേക്ക് റോഡുകളൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഗതാഗതമൊക്കെ സാധ്യമാണോ ഈ സമയത്ത്? ഗതാഗത തടസ്സം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 മണിക്കൂറായിട്ട് മഴ ശാന്തമാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ വലിയ വെള്ളക്കെട്ട് ഇന്നലെ രാത്രിക്ക് ഉണ്ടായത്? വെള്ളക്കെട്ടുണ്ടായത് നമ്മുടെ കട്ടപ്പനയുടെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം തന്നെ നമ്മുടെ 20 ഏക്കർ പാറക്കടവ്, വെള്ളയാങ്കുടി മേഖലകള് ഇതിനെല്ലാം വലിയ കുത്തൊഴുക്കുണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എന്തെങ്കിലുമൊക്കെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു? അതായത് ഇന്നലെ രാത്രി ഒരു 11 മണി വരെയും ഒരു സാധാരണ രീതിയിലുള്ള മഴയായിരുന്നു. അപ്പൊ ആൾക്കാരുടെ സാധ്യതയിൽ ഇത് അറിഞ്ഞിട്ടില്ല ഈ മഴയുടെ ഒരു ഭീകരത എത്രമാത്രം ഉണ്ടെന്ന്. വലിയ ഇടിമുഴക്കവും ഇത് 5 മണിയോടുകൂടിയാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഇതിങ്ങനെ മലവെള്ളപ്പാച്ചിലുണ്ടായി വീടിന്റെ കെട്ടിടിഞ്ഞു, സൈഡ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു, അങ്ങനെ നിൽക്കുന്നത്. നേരത്തെ കല്ലാറിൽ നിന്ന് സംസാരിച്ച് ജോൺ പറഞ്ഞത് 2018 കൂടുതൽ വെള്ളം ഒഴുകി വന്നു എന്നാണ്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇതിന്റെ തീവ്രത രാത്രിക്കായതുകൊണ്ട് സാധാരണക്കാർ അറിഞ്ഞില്ല. വലിയ വെള്ളപ്പൊക്കം ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത കുത്തൊഴുക്ക് പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ കൂടെ പാറക്കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒഴുകി വരുന്നുണ്ടോ? പാറക്കഷ്ണങ്ങൾ ഒഴുകിയാണ് വഴി ബ്ലോക്ക് ആയിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതെ, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ട് അറിയത്തില്ല, പക്ഷെ അതിശക്തമായ വെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല.
മഴ തുടരുമായിരുന്നു ഒരു മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മഴ 5 മണിയോടുകൂടി മഴ ശാന്തമായിട്ടുണ്ട്. ശരി, എന്തായാലും താങ്കൾ സുരക്ഷിതനായിരിക്കുക. അപ്പോൾ ഏറ്റവും ആശ്വാസകരം ആളപായം ഒന്നും ഉണ്ടായിട്ടില്ലാത്ത റിപ്പോർട്ടുകളൊന്നും മാത്രമല്ല മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പക്ഷേ ഇത് വളരെ പെട്ടെന്നാണ്. കാരണം രാത്രി 8 മണിക്ക് തുടങ്ങി പുലർച്ചെ 5 മണിയോടുകൂടി വലിയ രീതിയിൽ വെള്ളം ഉയരുകയാണ്. അങ്ങനെ